الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്തു യൂനുസിലെ അവസാനത്തെ ആയത്ത് 109-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين. വത്തബിഉ താങ്കൾ പിൻപറ്റുകയും ചെയ്യുക. മാ യൂഹ ഇലൈക അങ്ങയിലേക്ക് വഹയായി ദിവ്യബോധനമായി സ്വകാര്യബോധനമായി നൽകപ്പെടുന്നതിന്. വസ്ബിർ സഹിക്കുക, ക്ഷമിക്കുക. ഹത്താ യഹ്കും അല്ലാഹു തീരുമാനമെടുക്കുന്നത് വരെ, വിധി പറയുന്നത് വരെ. വഹുവ ഖൈറുൽ ഹാക്കിമീൻ വിധികർത്താക്കളിൽ ഉത്കൃഷ്ടൻ, ഉത്തമൻ അവനത്രേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് 11 ജുസ് ഏകദേശം മുഴുവനാക്കാനുള്ള അവസരം തന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറയാം. വത്തബിഉ ഇത്തിബാഴ് ചെയ്യുക, പിൻപറ്റുക, പിന്തുടരുക. താങ്കൾ പിന്തുടരണം, താങ്കൾ പിൻപറ്റണം. മാ ഒരു കാര്യത്തെ യൂഹ ഇലൈക ഔഹ യൂഹി യൂഹ താങ്കൾക്ക് വഹയായി നൽകപ്പെടുന്നതിന്. വഹയ് നൽകുക എന്ന് പറഞ്ഞാൽ വഹയ് ദിവ്യബോധനം, സ്വകാര്യബോധനം, രഹസ്യമായി കാര്യങ്ങൾ തോന്നിപ്പിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. താങ്കൾക്ക് വഹയായി നൽകപ്പെടുന്നതിനെ താങ്കൾ പിന്തുടരുക. വസുബിർ താങ്കൾ സഹനത്തോടെ ക്ഷമയോടെ നിലകൊള്ളണം. ഹത്താ യഹ്കും അല്ലാഹു തീരുമാനമെടുക്കുന്നത് വരെ, അല്ലാഹു തീരുമാനിക്കുന്നത് വരെ. വഹുവ അവൻ ഖൈറുൽ ഹാക്കിമീൻ തീരുമാനമെടുക്കുന്നവരിൽ, വിധികർത്താക്കളിൽ ഉത്കൃഷ്ടനത്രേ, ഉത്തമനത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നേർക്കുനേരെ കൽപ്പന. താങ്കൾക്ക് നൽകപ്പെടുന്ന വഹയിനെ പിന്തുടരുക. നബിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർദ്ദേശം ലഭിക്കുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്, 2 തലങ്ങളുണ്ട്. ഒന്ന്, അതിനെ സ്വയം പാലിക്കുക. അള്ളാഹുവിൻ്റെ നിയമം ആദ്യം പാലിക്കുന്നവൻ ആരായിരിക്കും? പ്രവാചകനായി. വഅന അവ്വലുൽ മുസ്ലിമീൻ അനുസരിക്കുന്നവരിൽ, അള്ളാഹുവിന് വിധേയരാകുന്നവരിൽ, മുസ്ലിമീങ്ങളിൽ പ്രഥമൻ, മുമ്പൻ ഞാനാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അങ്ങയിലേക്ക് നൽകപ്പെടുന്ന വഹയിനെ പിന്തുടരണം എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ ചില പിന്തുടരലൊക്കെ സമൂഹത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കും. അതിനുദാഹരണമാണ് സൈനബ റളിയല്ലാഹു അൻഹായുടെ കല്യാണം. വലിയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ കാരണം? സൈനബ റളിയല്ലാഹു അൻഹായെ ആദ്യം കല്യാണം കഴിച്ചതാരാ? സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാ? നബിയുടെ വളർത്തുപുത്രൻ ഔരസപുത്രന്മാരെ പോലെ തന്നെയാണ് എന്നാണ് അറബികൾ മനസ്സിലാക്കിയിരുന്നത്. സ്വന്തത്തിനു ജനിച്ച കുഞ്ഞിനെ പോലെ തന്നെയുള്ള അവകാശങ്ങൾ ദത്തുപുത്രന്മാർക്കും അറബികൾ വകവെച്ച് കൊടുത്തിരുന്നു. അനന്തരാവകാശ സ്വത്ത് കൊടുക്കുക, മറ്റേ ബന്ധത്തിലുള്ള മക്കളെ കല്യാണം കഴിക്കാൻ പാടില്ല, പെങ്ങന്മാരാണ്. അയാൾ കല്യാണം കഴിച്ച ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ പിതാവിന് കല്യാണം കഴിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷെ മകൻ്റെ ഭാര്യനെ കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ, മകൻ ഒഴിവാക്കിയാലും പറ്റൂലല്ലോ. ഇങ്ങനെയുള്ള ഒരു നിയമമായിരുന്നു അറബികൾക്കുണ്ടായിരുന്നത്. എന്നിട്ടോ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നബി
മോചനം നൽകിയ അടിമയാണ്. എന്നാലും സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയുടെ ദത്തുപുത്രനായിട്ടാണ് അറബികൾക്കിടയിൽ അറിയപ്പെടുക. അള്ളാഹു ആ സംവിധാനം, ദത്തുപുത്ര സംവിധാനം ഒഴിവാക്കി, ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിയമമല്ല. എന്നിട്ട് സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയായപ്പോൾ വിവാഹമോചനം ചെയ്തു. എന്നിട്ട് സൈനബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ കല്യാണം കഴിക്കണത് ആരാ? നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്ങനെ ഉണ്ടാകും അവസ്ഥ? നേരത്തെ മരുമകളായിരുന്നവൾ, അങ്ങനെയാണല്ലോ അവരുടെ സാമൂഹ്യ നിയമം, മരുമകളായിരുന്ന ഒരാളെ പിതാവ് കല്യാണം കഴിച്ചിരിക്കുക. എന്തെല്ലാം ആരോപണങ്ങളാണ്, എത്ര ആക്ഷേപം. ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക നോക്കുക, എന്തായിരിക്കും നാട്ടിലെ കോലാഹലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കുകയാണ്, അള്ളാഹുവിൻ്റെ നിയമം അദ്ദേഹം പാലിക്കുകയാണ്. അപ്പോൾ നിയമം പാലിക്കുന്നവരിൽ മുമ്പൻ അദ്ദേഹമാണ്. മാത്രം പോരല്ലോ, ഈ നിയമം അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം, പ്രേരിപ്പിക്കുകയും വേണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് താക്കീത് ചെയ്യുക എന്ന കൽപ്പന കിട്ടിയപ്പോൾ ഉടനെ സഫാ കുന്നിലേക്ക് പാഞ്ഞത്. ഈ ആയത്ത് വീട്ടിലിരുന്ന് ഇങ്ങനെ ഹത്തോതല്ലോ, പള്ളിക്ക് ഇരുന്നിങ്ങനെ ആവർത്തിച്ച് ഉരുവിടല്ലോ. ആ ആയത്തിനെ പ്രാവർത്തികമാക്കാൻ ഇത്തിബാഴ് ചെയ്യാണ്. എന്നിട്ട് സഫാ കുന്നിലേക്ക് കയറി. സഫാ കുന്ന് നബിൻ്റെ വീടിൻ്റെ അടുത്താണ്. നബിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും. സഫാ കുന്നിൻ്റെ കുറച്ച് അപ്പുറത്ത് അവിടെ ലൈബ്രറിയാണ് ഇപ്പോൾ. അവിടെ തന്നെയാണ് നബിൻ്റെ കുടുംബക്കാരുടെ വീടൊക്കെ. അബൂജഹലിൻ്റെ വീട് അവിടെ തന്നെ, അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട് അവിടെ തന്നെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് മർവ കുന്നിൻ്റെ അടുത്ത്. അബൂബക്കർ സിദ്ദീഖിന് 3 വീടുണ്ടായിരുന്നു എന്ന് പറയാം, മദീനയിലാണ്. അപ്പം ഇങ്ങനെ സഫാ കുന്നിലേക്ക് ഓട് നബി ഈ ആയത്ത് പ്രാവർത്തികമാക്കുക. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾപ്പിക്കുക, ദീനുണ്ടെന്ന് കേൾപ്പിക്കുക, പരലോകമുണ്ടെന്ന് കേൾപ്പിക്കുക, ഇത് അംഗീകരിക്കണമെന്ന് അവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ വത്തബിഉ, താങ്കൾ പിന്തുടരണം, മാ യൂഹ ഇലൈക, താങ്കളിലേക്ക് വഹയ്യായി നൽകപ്പെടുന്നതിനെ. 1, അദ്ദേഹം നേർക്കുനേരെ അത് സ്വീകരിക്കണം. 2, ജനങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് താങ്കളിലേക്ക് വഹയ് നൽകപ്പെട്ടതിനെ താങ്കൾ പിന്തുടരുക. വസുബിർ, ആ മാർഗം അത്ര എളുപ്പമൊന്നുമല്ല, ഇത്. അബൂലഹബ് പറഞ്ഞത് എന്താ? തബ്ബല്ലക്, നീ നശിക്കുമെടാ എന്നാ പറഞ്ഞത്. ശാപം, നീ നശിക്കുമെടാ. ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചു കൂട്ടിയത്? നീ നശിക്കും. ആരാണ് അബൂലഹബ്? ഇതിൻ്റെ എളാപ്പയാണ് ഈ പറയണത്. അപ്പം ഇങ്ങനെ തീർന്നിട്ടില്ലല്ലോ. നബിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാ? ഈ വഹയി ഖുർആൻ ഓതി കേൾപ്പിക്കുന്നതിൻ്റെ പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ പലരും കൊല്ലപ്പെട്ടതെന്തിനാ? പീഡിപ്പിക്കപ്പെട്ടതെന്തിനാ? നാട് കടത്തപ്പെട്ടതെന്തിനാ? ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ. ഈ മാർഗത്തിൽ ഒരുപാട് പ്രവാചകന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ അങ്ങ് സഹനത്തോടു കൂടി, ക്ഷമയോടുകൂടി ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. വസ്ബിർ, ക്ഷമിച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, സഹിച്ചു നിൽക്കണം. സ്വബറിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയില്ല, ഉറച്ച് സഹിച്ച് നിൽക്കുക. ഹത്താ യഹ്കും അല്ലാഹ്, അള്ളാഹു വിധി പറയുന്നത് വരെ, അള്ളാഹു തീരുമാനമെടുക്കുന്നത് വരെ. എന്താണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് 103-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു. എന്താ 103-ാമത്തെ ആയത്ത് പറഞ്ഞത്? സുമ്മ നുനജ്ജി റുസുലനാ വല്ലദീന ആമനു, പിന്നെ നാം നമ്മുടെ ദൂതന്മാരെ രക്ഷപ്പെടുത്തും, അവരുടെ കൂടെ ഉള്ള മുഅ്മിനീങ്ങളെയും. കദാലിക ഹഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. പ്രവാചകന്റെ കാലശേഷം ജനവിഭാഗത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നടപടിക്രമമല്ല. എന്നിരുന്നാലും ഒറ്റപ്പെട്ട പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതിൽ ചിലപ്പോൾ മുഅ്മിനീങ്ങളും പെടും.
ഇവിടെ പറഞ്ഞ രക്ഷപ്പെടുത്തൽ എന്താണ്? പ്രവാചകന്മാരുടെ കാലത്ത് ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന്, ഉന്മൂലനത്തിൽ നിന്ന്, നശീകരണത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തും. പക്ഷെ പ്രവാചകന്മാരുടെ കാലശേഷമുണ്ടാകുന്ന പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും അതിൽ മുഅ്മിനീങ്ങളും അകപ്പെടും. ഇവിടെ 103 പറഞ്ഞ എന്താണ്? സുമ്മ നുനജ്ജി റുസുലനാ വല്ലദീന ആമനു കദാലിക ഹഖ്ഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇവിടെ ഹത്താ യഹ്കും അല്ലാഹു തീരുമാനമെടുക്കുന്നത് വരെ, അള്ളാഹു വിധി പറയുന്നവരെ. അള്ളാഹു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എടുത്തത് എന്ന്? ഹിജ്റ 8-ാം വർഷം മദീനയും മക്കയും അടങ്ങുന്ന ജസീറത്തുൽ അറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികാരത്തിൽ വന്നു. അല്ലേ? നബിയുടെ അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, നബിയെ അതികഠിനമായി ഉപദ്രവിച്ചിരുന്ന ഖുറൈശി പ്രമാണിമാരൊക്കെ ജീവിക്കാൻ വേണ്ടി നബിയുടെ മുമ്പിൽ വന്നു കെഞ്ചി നിന്നു, കൈകൂപ്പി നിന്നു. നമ്മൾ പറയില്ല, കൈകൂപ്പി നിന്നു. രക്ഷപ്പെടുത്തണം, പറ്റിപ്പോയതാണ്. അതിലൊരു 3-4 ആളുകളെ നബി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അവർക്ക് രക്ഷയില്ല. അതിൽ 2 പെണ്ണുങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് നബി പറഞ്ഞത് എന്താണ്? കഅബയുടെ കില്ലയുടെ ചോട്ടിൽ പോയി ഒളിച്ചാലും അവിടെ വെച്ച് കൊന്നോളൂ എന്നാണ്. അത്ര ദ്രോഹികൾ. അതിൽപ്പെട്ട ഒരാളാണ് ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമത്ത് ഇബ്നു അബൂജഹലിൻ്റെ മകൻ. പേടിച്ചിട്ടും ഇത് നബിയുടെ മക്കയിലേക്കുള്ള വിജിഗീഷുവായ ഒരു വരവുണ്ട്. വല്ലാത്തൊരു വരവാണത്. മസ്ജിദുൽ ജിന്നും മസ്ജിദുൽ ഷജറൊക്കെ നിൽക്കുന്ന ഭാഗത്തു കൂടെയാണ് വരുന്നത്. ഇത് കണ്ട് സഹിക്ക വയ്യാതെ നാട് വിടുകയാണ് അയാൾ, ഇക്രിമ. പക്ഷെ അയാളുടെ ഭാര്യ പോയി നബിൻ്റെ അടുത്തുനിന്ന് അഭയം വാങ്ങി ഭാര്യ പോയി കൂട്ടിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഏറ്റവും സത്യസന്ധമായ ഇസ്ലാമായി മാറി. അപ്പോൾ ഹത്താ യഹ്കും അല്ലാഹു തീരുമാനിക്കുന്നതുവരെ. അള്ളാഹിൻ്റെ തീരുമാനം എന്താ? മക്ക, മദീന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വരണം എന്നാണ്. ത്വായിഫ് അപ്പോഴും വന്നിട്ടില്ല കേട്ടോ. മക്ക, മദീന, ത്വായിഫ് ഈ 3 അന്നത്തെ പട്ടണം, അന്നത്തെ നാഗരികത. ത്വായിഫ് അപ്പോഴും വന്നിട്ടില്ല. ത്വായിഫേർക്കും ഉടനെ തന്നെ ഹുനൈൻ യുദ്ധം. അതോടുകൂടി അവരും നബിൻ്റെ കീഴിൽ. പിന്നെ നബിയാണ് നേതാവ്, നബിയാണ് ഭരണാധികാരി. അതാണ് ഹത്താ യഹ്കും അല്ലാഹു ഹുക്കുമ് നടത്തുന്നത് വരെ താങ്കൾ സഹനത്തോടെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക. അതാണ് വസുബിർ ഹത്താ യഹ്കും അല്ലാഹു വഹുവ ഖൈറുൽ ഹാക്കിമീൻ അഹ്സനുൽ ഹാക്കിമീൻ. ഇത് ഖുർആൻ പല മാതിരി പ്രയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ വഹുവ ഖൈറുൽ ഹാക്കിമീൻ വ അൻത അഹ്കമുൽ ഹാക്കിമീൻ. ഇങ്ങനെ പലതരത്തിൽ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. വഹുവ ഖൈറുൽ ഹാക്കിമീൻ. ഹുക്മ് നടത്തുന്നവരിൽ, വിധി നടത്തുന്നവരിൽ, തീരുമാനമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആണല്ലോ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. സൂറത്ത് യൂനുസ് പറഞ്ഞ് മുഴുവനാക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ അല്ലാഹ് നമുക്ക് നൽകി. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ രക്ഷിതാവേ. ഖുർആൻ്റെ ഏകദേശം 1/3 10 ജുസ് അല്ലാഹ് നമുക്ക് ഈ സലഫി പള്ളിയിൽ വെച്ചിട്ട് സുബഹിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു ചേർന്ന് നിന്നു. ഇത് ചില്ലറ പുണ്യാണ് എഴുതിക്കണങ്ങൾ. ഇത് അല്ലാഹ് സ്വീകരിച്ചാണ്ടല്ലോ. സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്തോളി പ്രിയമുള്ളവരെ. ഇത് സ്വീകരിച്ചാൽ ഖബർ തുറന്ന് പുറത്ത് വരുമ്പോൾ നമ്മളെ കാത്തു നിൽക്കാൻ ഖുർആൻ ഉണ്ടാകും അള്ളാഹിൻ്റെ അടുക്കൽക്ക് വിചാരണയ്ക്ക് പോകുമ്പോൾ. അള്ളാഹ് അത്തരം ഖുർആനിൻ്റെ അനുകൂലമായ സാക്ഷ്യവും തെളിവും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കുറ്റങ്ങളും പുറത്തു തരുമാറാവട്ടെ. നാളെ വിചാരണ സമയത്ത് നമ്മുടെ വിചാരണ എളുപ്പമാക്കിയിട്ട് നമ്മുടെ കർമ്മരേഖ നമ്മുടെ വലതു കയ്യിൽ തന്നിട്ട് നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.